സ്വർണ്ണക്കുള്ള പ്രതിപക്ഷം അങ്ങനെ നിയമസഭ ആരംഭിക്കുമ്പോൾ ആയുധമാക്കുന്നു. നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉയർത്തി ആളിപ്പടർന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഈ വിഷയം പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനകളും ഏറ്റെടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിയമസഭയിലേക്ക് നടത്തിയിരിക്കുന്ന മാർച്ച് അക്രമാസക്തമാകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദേവസ്വം മന്ത്രി അടക്കം രാജിവെച്ച് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമര പരിപാടി സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തുന്നത്. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. പ്രക്ഷുബ്ധമാണ് സെക്രട്ടേറിയറ്റിന് മുൻവശം. കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചുകൊണ്ട് പോലീസ് പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ടിയർ ഗ്യാസ് ഷെൽ പൊട്ടിക്കുന്നുണ്ട് പോലീസ്. നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിന്റെ ലാത്തിയടി, പോലീസിന്റെ പ്രതിരോധത്തിന് മുൻപിൽ ഉള്ളത്. പിന്മാറുന്നില്ല. അതേസമയം പ്രതിഷേധക്കാർ, യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമര വേലിയേറ്റം തീർത്തിരിക്കുന്നു. സമരം ഇപ്പോൾ അക്രമാസക്തമാകുന്നതിന്റെ തത്സമയ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, നിരവധി പേർക്ക് പരിക്കേറ്റതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പ്രതിഷേധം ഏത് രീതിയിലാണ് സംഘർഷത്തിലേക്ക് മാറിയത് അമൽ? പ്രവർത്തകർ ഇവിടേക്ക് എത്തിയപ്പോൾ മുതൽ തന്നെ അതിശക്തമായ പ്രതിഷേധമായിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പലവട്ടം ശ്രമം നടന്നു. പക്ഷേ ജലപീരങ്കി പ്രയോഗത്തിലൂടെ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു പോലീസ്. തുടർച്ചയായി നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 വട്ടം കണ്ണീർവാതകം പ്രയോഗിച്ചത്. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ ഇവിടെ നിന്നും ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. അതോടൊപ്പം മറ്റു ചില സ്വകാര്യ വാഹനങ്ങളിലും പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പ്രവർത്തകർ കൂടി നിന്ന സ്ഥലത്തേക്കാണ് ഈ TS പ്രയോഗിച്ചത്. പ്രവർത്തകരുടെ ഇടയിൽ കിടന്ന് തുടർച്ചയായിട്ട് പൊട്ടുകയും ചെയ്തു. നിരവധി ആളുകളാണ് ശ്വാസമുട്ടലടക്കമുള്ള പ്രശ്നങ്ങളുമായി ഇപ്പോൾ മാറി നിൽക്കുന്നത്. നമുക്ക് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കടക്കം ഓടി മാറാൻ കഴിഞ്ഞില്ല. പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ഈ നിയമസഭയുടെ അവിടെ ബാരിക്കേഡ് വെച്ചിരുന്ന ആ പ്രദേശത്ത് നിന്നും ഒന്ന് പിൻവാങ്ങി പലയിടങ്ങളിലേക്കായി ചിതറിയിട്ടുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വലിയ ഗതാഗത കുരുക്കും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രജീഷ്, യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. നിയമസഭയ്ക്ക് മുന്നിൽ കഴിഞ്ഞ 1 മണിക്കൂറിലേറെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസ് ആ പ്രതിഷേധ സമരമാണ് സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആ ശ്രമമാണ് പോലീസ് തടഞ്ഞത്. പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പ്രതിഷേധത്തിൽ പങ്കുചേർന്നത്. അതാണ് അക്രമാസക്തമായ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളുമായി കൂടുതൽ പ്രവർത്തകർ, MLA മാർ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മണിക്കൂർ പിന്നിട്ട സംഘർഷം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി. പോലീസിന്റെ ലാത്തി വീശലിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യം നമ്മൾ കണ്ടു. നിരവധി പ്രവർത്തകർക്ക് കണ്ണീർ വാതക ഷെൽ പ്രയോഗത്തിലും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി പറയുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറിച്ച് അപ്പുറത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി സർക്കാരിനെതിരെ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം തീർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോയി. ആ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി വീശലും ടിയർ ഗ്യാസ് ഷെല്ലും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായി. അങ്ങനെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിലാണിപ്പോൾ തലസ്ഥാന നഗരി സെക്രട്ടേറിയറ്റിന്റെ മുൻവശം നിൽക്കുന്നത്.